ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഏത് എഞ്ചിൻ വേണേലും എടുത്തു നോക്കിക്കോ, ഇത്രയും കണ്ടീഷനായിട്ട് കിട്ടൂല. എനിക്കിത് നോക്കി നടത്താൻ നേരമില്ലാത്തോണ്ടാ. വില ഇത്തിരി കൂടുതലല്ലേന്ന് കാര്യം. ഈ സീറ്റൊക്കെ കീറിയിട്ടുണ്ട്, പിന്നെ മോൾ വശത്തൊക്കെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ചില്ലറ പണികളല്ലേ. റൂട്ട് അടക്കം ഒരു ബസ് ഇതിൽ കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും? അല്ല എന്നാലും വരൂ. ഒന്നും ആലോചിക്കാനില്ല, ഇതൊക്കെ പഠിച്ചോൻ കാണിച്ചു ഓരോ വയ്യാന്ന് കരുതിയാ മതി. ചേട്ടന്മാര് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. അത് സാരല്ല, പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത്. ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ വെയിറ്റ്? പോരാത്തതിന് ഗൾഫ് പോണതിന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളല്ലേ മുരളി? ക്ലീനർ പണിക്ക് ഞാനും ഇല്ലേ? ഏയ് കണ്ടക്ടർ ആകാനൊന്നും ഇനി ഞാനില്ല. വേണ്ട, ഉള്ള വില കളയണ്ട, നമുക്ക് വേറെ ആളെ നോക്കാം. ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുക. ആ സമയത്താണ് റൂട്ട് അടക്കം ബസ് കിട്ടണത്. ഭാഗ്യം കണക്കാക്കിയാൽ മതി. സ്പീഡ് അധികം വേണ്ട, പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ട് കളയരുത്. എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞേ. ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി? ആ പോകുന്ന ആളാ ഇതിന്റെ മുതലാളി. പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായി എന്റെ സംതൃപ്തി. എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്. സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ. പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡ്രൈവറെ, സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ? മുതലാളിയുടെ. അല്ലെന്ന് നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടി വെക്കൂലേ? എത്ര വിസിലടിക്കണം തോന്നുന്നു നിർത്തി കിട്ടാൻ? ആവശ്യത്തിനടിച്ചാ കേൾക്കും. അതെ, ഈ പാസഞ്ചേഴ്സിനോട് സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് സഹകരിക്കുക. കൃത്യം ചില്ലറകൾ കയ്യിലെടുത്ത് വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ്. സഹകരിക്കുക പ്ലീസ്. സാറ് എവിടേക്കാണ്? PC. അതെവിടാണ്? പോലീസ് കോൺസ്റ്റബിൾ. ഓ, സാറോ? PC. അതെ, ഞങ്ങൾ ഇരിക്കുന്ന 6 പേര് PC ആണ്. SIയുടെ മകന്റെ കല്യാണത്തിനുമാണ്. ആർക്കും ടിക്കറ്റ് വേണ്ട.